നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അനുജത്തെ കൊന്ന് അവളുടെ ശവശരീരം വരെ എന്നെ കാണിക്കാതെ നീ ദഹിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് നിന്റെ ശവദാഹം ഞാൻ കണ്ടു നിൽക്കും. മോനെ, മഹാദ്രോഹിയായി അമ്മ, മഹാദ്രോഹി മോനെ. ജയിലിൽ കിടന്നാ മരിച്ചത്, തല്ലിക്കൊന്നാ കേട്ടത്. അങ്ങേര് മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യനായിരുന്നു, ചതിച്ചതാ. മോനെ മോനെ, എന്നെ ഇട്ടേച്ച് പോവല്ലേടാ പൊന്നു മോനെ. മോനെ അമ്മേ, അച്ഛനെ ഒരു അറിയിക്കണ്ടേ? വേണ്ട, രാമേട്ടനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. രാമേട്ടന് വരാൻ പറ്റാത്ത സാഹചര്യം. എന്റെ പൊന്നു മോനെ, എന്റെ ഭഗവാനെ. ഇതെന്റെ പ്രതികാരമായിരുന്നു. മൂക്കിൽ പഞ്ഞി വെച്ച് നിന്നെ ഇങ്ങനെ കിടത്തണമെന്നുള്ള പ്രതികാരം. അത് ഞാൻ ഇന്ന് നിറവേറി. എന്റെ അനുജത്തെ കൊന്ന് അവളുടെ ശവശരീരം വരെ എന്നെ കാണിക്കാതെ നീ ദഹിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് നിന്റെ ശവദാഹം ഞാൻ കണ്ടു നിൽക്കും. നീ കത്തിയമർന്ന് പുക ചുരുളുകളായി ഉയരുന്നത് ഞാൻ കൺകുളിർക്കെ കാണും.
മോനെ ഇനി ആ നന്ദിനിയും കൂടി കൊന്നിട്ട് ഈ തറവാട് ഞാൻ കത്തിക്കും. എന്നിട്ടേ ഇന്ദ്രജ ഈ നാട്ടിൽ നിന്ന് തിരികെ പോകും. മാഡം പുറത്തേക്ക് വന്നു, ഞാനിപ്പോ വരാം. കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ എല്ലാം നടക്കുമല്ലോ? എല്ലാം ഓക്കെ. മാഡം ഒരു കാര്യത്തിനും പേടിക്കണ്ട. കൊലപാതകം ആ ബ്ലേഡിന്റെ തലയിൽ കെട്ടിവെക്കാം. അവൻ മാനസാന്തരം വന്ന കുഞ്ഞാടല്ലേ? ചെയ്തത് അവനല്ലാത്തതുകൊണ്ട് കുറ്റം അവൻ ഏറ്റെടുക്കൂ. ഏറ്റെടുത്തില്ലെങ്കിലേ അവൻ കെട്ടിത്തൂങ്ങി മരിക്കും. മാഡത്തിന് കാര്യം മനസ്സിലായല്ലോ. പഴയ യൂദാസിന്റെ കഥ തന്നെ. യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദാസ് ഒടുവി കുറ്റബോധത്തെ കെട്ടിത്തൂങ്ങി ചത്തു. ജയറാമിനെ കൊന്നതിന്റെ കുറ്റബോധത്താൽ ബ്ലേഡ് ബാബു ജയിലിനുള്ളിൽ കെട്ടിത്തൂങ്ങി ചത്തു. ആ കാര്യം പോലീസുകാര് ഭംഗിയായിട്ട് ചെയ്തോളും. അതേ മേഡം, വേണ്ട. മരണം നടന്ന വീടാ, അഭിനയിച്ച് നിൽക്കണം. തന്നെയല്ല, മാഡം ഇവിടെ ഇങ്ങനെ നിൽക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. ആൾക്കാർക്ക് പല സംശയവും ഉണ്ടാവും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്നത് പോലെ ചത്തത് ജയരാമനെങ്കിൽ കൊന്നത് ഇന്ദ്രജയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാ നിയമ സംവിധാനങ്ങളും ഉണ്ടല്ലോ. അവര് തെളിയിക്കുന്നെങ്കിൽ തെളിയിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്ക. അല്ല മേഡം, പബ്ലിക്കിനെ കൊണ്ട് അതും ഇതും പറയിക്കാൻ ഇടവരുത്തണ്ട. എന്ത് പബ്ലിക്? പോവാൻ പറ. വികാര സംഘടനകൾ ഉടനീളമുള്ള ഒരു കലാസൃഷ്ടി കാണുമ്പോ അതിന്റെ ക്ലൈമാക്സ് കൂടി കാണണം. ചത്തവനെ കത്തിക്കുന്ന ആ സീൻ കൂടി കണ്ടിട്ടേ ഇന്ദ്രജ എവിടുന്ന് പോകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.